ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ക്ലാസ് 12ൻ്റെ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലെറ്റ് എ ആൻഡ് ബി ബി സിമെട്രിക് മെട്രിക്സസ് ഓഫ് ദി സെയിം ഓർഡർ, ദെൻ ഷോ ദാറ്റ് എ പ്ലസ് ബി ഇസ് എ സിമെട്രിക് മെട്രിക്സ്. അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, എയും ബിയും രണ്ട് സിമെട്രിക് മെട്രിക്സസ് ആണ്. എന്താ, രണ്ടിൻ്റെയും ഓർഡർ സെയിം ആണ്. ഇപ്പോൾ കണ്ടീഷൻ എന്താണ്, എയും ബിയും സിമെട്രിക് മെട്രിക്സസ് ആണെന്ന് തന്നിട്ടുണ്ട്, അവരുടെ ഓർഡർ സെയിം ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, എ പ്ലസ് ബി, അതായത് എയും ബിയും തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സും സിമെട്രിക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാം. എന്താണ്, സിൻസ് എ and B are symmetric matrices അല്ലേ. എയും ബിയും എന്താണ്, രണ്ട് സിമെട്രിക് മെട്രിസസ് ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും, എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്, എ ആണ് അല്ലേ. അതായത് എയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ, എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും, എ തന്നെ കിട്ടും. കാരണം എന്താണ്, എ ഒരു സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ബി യു ആയിരിക്കും. ഓക്കെ, അപ്പോൾ എയും ബിയും സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഈ കണ്ടീഷൻ നമ്മളിവിടെ എഴുതിയത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, എ പ്ലസ് ബി എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, എ പ്ലസ് ബിയുടെ ദ ഹോൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, എ പ്ലസ് ബി തന്നെ കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് എ പ്ലസ് ബി എന്താണ്, ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് എഴുതാമല്ലോ. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. അപ്പോൾ ഇതിൽ എ ട്രാൻസ്പോസിന് ഉത്തരം എന്താണ്, നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എ ട്രാൻസ്പോസിന് പകരം നമുക്കിവിടെ എന്തെഴുതാം, എ എന്ന് എഴുതാം. പ്ലസ് ബി ട്രാൻസ്പോസിന് പകരം നമുക്ക് എന്തെഴുതാം, ബി എന്ന് എഴുതാം. കണ്ടോ, അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എടുത്തപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി, എ പ്ലസ് ബി എന്ന് തന്നെ കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ദെയർഫോർ എ പ്ലസ് ബി ഇസ് സിമെട്രിക്. എ പ്ലസ് ബി എന്ന് പറയുന്ന മെട്രിക്സും സിമെട്രിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റി. ഇത് സിമ്പിളായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ളതുമാണ്. എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ഒരു മൂന്ന് വർഷം കൂടുമ്പോഴൊക്കെ വേണമെങ്കിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിൽ 2 മാർക്കിനോ 1 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ പറഞ്ഞ് അല്ലെങ്കിൽ എഴുതി പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലവും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ലെറ്റ് എ ആൻഡ് ബി ബി സിമെട്രിക് മെട്രിസസ് ഓഫ് ദി സെയിം ഓർഡർ, ദെൻ ഷോ ദാറ്റ് എ ബി മൈനസ് ബി എ ഇസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ എയും ബിയും സിമെട്രിക് മെട്രിസസ് ആണെന്ന് തന്നിട്ടുണ്ട്. എന്താണ്, സെയിം ഓർഡറുമാണ്. എയും ബിയും എന്താണ്, സെയിം ഓർഡറിലുള്ള സിമെട്രിക് മെട്രിസസ് ആണ്. അങ്ങനെയെങ്കിൽ എ ബി മൈനസ് ബി എ എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്, എയും ബിയും സിമെട്രിക് മെട്രിക്സ് ആണെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് അത് തന്നെ എഴുതാം. ലെറ്റ് എ ആൻഡ് ബി ബി സിമെട്രിക് മെട്രിസസ്. അത് രണ്ടും സിമെട്രിക് ആണെന്ന് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സിമെട്രിക് മെട്രിസസ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ എന്താ, എ ട്രാൻസ്പോസ് എന്നുള്ളത് എ ആണെന്നും ബി ട്രാൻസ്പോസ് എന്നുള്ളത് ബി ആണെന്നും നമുക്ക് എഴുതാൻ പറ്റും. കാരണം എന്താണ്, എയും ബിയും സിമെട്രിക് മെട്രിസസ് ആയതുകൊണ്ട് നമുക്ക് എന്താ, എയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എ തന്നെയും ബിയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ബി തന്നെയുമായിരിക്കും കിട്ടുന്നത്. ക്ലിയർ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, എ ബി മൈനസ് ബി എ എന്ന് പറയുന്നതൊരു സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. എ ബി മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്?
ഒരു സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? കിട്ടേണ്ട സാധനം ഞാനിവിടെ സൈഡിൽ എഴുതുവാണ്. മൈനസ് ഓഫ് എ ബി മൈനസ് ബി എ, ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് മെട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നത് എന്ന് പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ എ ബി മൈനസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഈ സാധനമാണ് കിട്ടേണ്ടത്. അതായത് എ ബി മൈനസ് ബി എയുടെ നെഗറ്റീവാണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. എ ബി മൈനസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് മൈനസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ്. ക്ലിയർ? വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി എ ബി ദ ഹോൾ ട്രാൻസ്പോസിനെയും ബി എ ദ ഹോൾ ട്രാൻസ്പോസിനെയും നമുക്ക് എങ്ങനെ എഴുതാം? റിവേഴ്സൽ ലോ അപ്ലൈ ചെയ്യണം. എന്താ റിവേഴ്സൽ ലോ? എ ബി ദ ഹോൾ ട്രാൻസ്പോസിൻ്റെ റിവേഴ്സൽ ലോ അപ്ലൈ ചെയ്യുമ്പോൾ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നായിട്ട് മാറും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് റിവേഴ്സൽ ലോ. മുന്നത്തെ വീഡിയോ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എ ബി ദ ഹോൾ ട്രാൻസ്പോസിന് റിവേഴ്സൽ ലോ അപ്ലൈ ചെയ്തപ്പോൾ അതെന്തായി? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസായി, മൈനസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസിൽ നമ്മൾ റിവേഴ്സൽ ലോ അപ്ലൈ ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്നായിട്ടത് മാറും. ഓക്കെ, ഇന്നത്തെ വീഡിയോ ചെക്ക് ചെയ്താൽ റിവേഴ്സൽ ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റിവേഴ്സൽ ലോ രണ്ടിലും നമ്മൾ അപ്ലൈ ചെയ്തു, നമുക്കിത് കിട്ടി. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് എയും ബിയും സിമെട്രിക് മെട്രിക്സസ് ആയതുകൊണ്ട് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എയും ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ആണെന്ന്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്കിപ്പോൾ എഴുതിയ റിവേഴ്സൽ ലോയ്ക്കകത്തോട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ? അപ്പോൾ എങ്ങനെ വരുമായിരിക്കും? ബി ട്രാൻസ്പോസിന് പകരം നമുക്ക് എന്തെഴുതാം? ബി എഴുതാം. എ ട്രാൻസ്പോസിന് പകരം എ, മൈനസ് എ ട്രാൻസ്പോസിന് പകരം എ, ബി ട്രാൻസ്പോസിന് പകരം ബി. എന്തുകൊണ്ട് ഇത് എഴുതിയത്? എയും ബിയും സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ടും എ ട്രാൻസ്പോസ് എ ആണ്. എ ട്രാൻസ്പോസ് എന്തിനോട് ഈക്വലാണ്? എയിനോടും. ബി ട്രാൻസ്പോസ് ബിയിനോടും ഈക്വലാണ്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടി. സോ നമുക്ക് വേണ്ടത് എന്താ? അതൊരു സ്ക്യൂ സിമെട്രിക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം എ ബി മൈനസ് ബി എയുടെ നെഗറ്റീവ് മെട്രിക്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്നൊരു നെഗറ്റീവ് പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? എന്ത് പറ്റും? ഈ ബ്രാക്കറ്റ്, ഈ സാധനങ്ങൾ എന്ത് ചെയ്യും? നേരെ റിവേഴ്സ് ചെയ്യും. അപ്പം മൈനസ് ഓഫ് എ ബി മൈനസ് ബി എന്ന് നമുക്ക് കിട്ടും. കണ്ടോ? അപ്പം ഇതിൽ നിന്ന്, അതായത് ഈ മൈനസ് നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ എ ബി എന്തായി? പോസിറ്റീവായി. ഈ ബി എയിൽ നിന്നൊരു മൈനസ് എടുത്തപ്പോൾ ആ ബി എ എന്തായി? നെഗറ്റീവായിട്ട് മാറി. അപ്പോൾ എ ബി മൈനസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ നെഗറ്റീവ് മെട്രിക്സ് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? Therefore എ ബി മൈനസ് ബി എ ഇസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാനായിട്ട് പറ്റും. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പലപ്പോഴായിട്ടും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. റിപ്പീറ്റഡ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എല്ലാവരും നല്ല രീതിയിൽ ചെയ്ത് പഠിക്കണം. അത് ഈ സ്ക്യൂ സിമെട്രിക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി കൺഫ്യൂസിങ് ആകാം. ഈ ഒരു പോർഷനിലൊക്കെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒത്തിരി കൺഫ്യൂഷനൊക്കെ വരാം. വലിയ പാടുള്ള ക്വസ്റ്റ്യനൊന്നുമല്ല, ചെയ്ത് പഠിച്ചാൽ ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.